നമസ്കാരം, വോയിസ് ഓഫ് കേരളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇന്നൊക്കെ 7 ദിവസമായിട്ടോ. അപ്പോൾ ശനിയാഴ്ച നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രേക്ഷകർ പറയാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ സ്ഥാനാർത്ഥികളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ആദ്യ ആഴ്ചയിൽ ലാലേട്ടൻ വന്നിട്ട് ഒരാൾ എവിക്റ്റ് ആക്കുന്നുണ്ട്. അത് നമ്മുടെ മുൻഷി രഞ്ജിത്താണ് കേട്ടോ. നെക്സ്റ്റ് വീക്കിലും 1-2 പേരും എവിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ മെയിനായിട്ട് ഇവിടെ പറയുന്നത് രേണുസുധര കാര്യമാണ്. അതായത് രേണുസുധനെ അക്ബർ വളരെ മോശമായിട്ടൊരു പേരിട ടാസ്കിൽ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ് വിമർശിക്കുന്നുണ്ട്. രേണുസുധനോട് സമാനമായിട്ടുള്ള മറ്റൊരു ഇഷ്യൂ ആണ് അനീഷിനെ ആദില നൂറ വേറൊരു മോശമായിട്ടുള്ള പേര് തന്ന് അപമാനിച്ചത്. എന്നാൽ ലാലേട്ടൻ അവരോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദില നൂറ അത് വ്യക്തമാക്കുന്നുണ്ട്, അത് അയാൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ രേണുസുധി ആ വീഡിയോ ഇടുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നിയെങ്കിലും അത് ഒരുപാട് പ്രേക്ഷകർ ഇതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ഇല്ലേ എന്ന രീതിക്ക് കമൻറ്റ് ഇട്ടിരുന്നു. അതായത് ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ തന്നെ ഇവരെങ്ങനെ വീഡിയോ എടുത്തു, ഇതെങ്ങനെ അറിഞ്ഞു, ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ഒരുപാട് തോട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു തിരിച്ചടിയായിട്ടാണ് ഇന്ന് ലാലേട്ടൻ ഈ ഷോയിൽ വന്ന് രേണുസുധിക്ക് ഒരു വാർണിംഗ് നടത്തുന്നത്. രേണുസുധി അതിൽ വളരെയധികം മാപ്പ് പറയുന്നുണ്ട്, നല്ല രീതിക്ക് വിഷമിക്കുന്നുണ്ട്, ഇനി അത് ചെയ്യത്തില്ല എന്നും പുള്ളി പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസിൽ നല്ല രീതിക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്നത് അനുമോള്, രേണുസുധി, അനീഷ്, ഈ 3 പേരുമാണ് കേട്ടോ. അതുപോലെ തന്നെ ഹോട്ട് സീറ്റിൽ വൈറലായുള്ള ശാരിക എന്ന് പറഞ്ഞിട്ടുള്ള ആങ്കർ ഉണ്ട്. നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ആള് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കും, ഒരുപാട് ആക്റ്റീവ് ആകും എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും ആൾ ഫസ്റ്റ് മുതലേ വളരെയധികം സൈലൻ്റ് ആയിട്ടാണ് ഇതുവരെ കാണുന്നത്. അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ആൾ ഒരുപാട് ഇടപെടുകയും ആവശ്യമുള്ള കാര്യങ്ങളിൽ സൈലൻ്റ് ആയിട്ട് വാദികളെ പ്രതിയാക്കുന്ന പോലെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് അപ്പാനി ശരത്ത്. അപ്പാനി ശരത്ത് വന്ന സമയത്ത് മുതലേ തന്നെ നല്ലൊരു കലിപ്പൻ ഫീലാണ് എല്ലാവർക്കും തന്നിട്ടുള്ളത്. അത് ആൾ ഇന്നും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പോരാത്തതിന് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നായാലും ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നായാലും നിരവധി ട്രോളുകളും പുള്ളി വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ആരാധനയും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ആര്യ. അത്യാവശ്യം നല്ല രീതിക്ക് ആക്റ്റീവായിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ്. എന്നാലും ഈ അടുത്ത് പുള്ളിയുടെ ഒരുപാട് ഗെയിംസിൽ വളരെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബി ഹൗസിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ ഒന്നാണ് ഒനിയൽ, രണ്ടാമത് കലാഭവൻ സരികെ, മൂന്നാമത് ഇന്ന് ഔട്ടായിട്ടുള്ള മുൻഷി രഞ്ജിത്തുമാണ്. ഇതിൽ എപ്പോഴൊക്കെയോ ഒനിയലൊന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്, സരിക ജസ്റ്റ് ഒന്ന് ഇഷ്യൂലൊക്കെ ഇൻവോൾവ് ആയിട്ട് പോകുന്നുണ്ട്. എന്നാലും ഒരുപാട് പേരെ കമൻസിൽ കാണാൻ പറ്റും ഇവരെന്തുകൊണ്ടാണ് ഇൻവിസിബിളായിട്ട് കളിക്കുന്നതെന്ന്. അതുപോലെ തന്നെ മറ്റൊരു കണ്ടസ്റ്റൻറ്റ് കൂടിയാണ് നമ്മുടെ റെന ഫാത്തിമ. അതായത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും പോപ്പുലറായിട്ട് നല്ലൊരു ഇൻഫ്ലുവൻസറാണ് ആൾ. വന്ന സമയത്ത് തന്നെ അത്യാവശ്യം ആക്റ്റീവാണ്, എന്നാൽ ആക്റ്റീവ് അല്ല എന്നിപ്പോൾ കണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതങ്ങ് ഏൽക്കുന്നില്ല. നെക്സ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ലെസ്ബിയൻ കപ്പിൾ ആദില നൂറ. ഇവരും ഒരുപാട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ അടുത്ത് അവർ വന്ന സമയത്ത് വളരെ പതുങ്ങി, വളരെ സാവധാനത്തിൽ ഒന്നിലും അങ്ങ് തലയിടാതെ നിൽക്കുന്നൊരു ഇതായിരുന്നു കണ്ടിരുന്നത്. അതിൽ ആദിലേനെ ഒരിക്കൽ നൂറ ഒരു എപ്പിസോഡിൽ ഒരുപാട് ഉപദേശിക്കുന്നതും കണ്ടു. നെക്സ്റ്റ് ടൈം തന്നെ ഇവർ അനീഷിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. അതായത് ഇവർ ഒരുപാട് കണ്ടന്റിന് വേണ്ടി അനീഷിനെ ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അനീഷിനോട് ഒരുപാട് ഇഗ്നോർ ചെയ്യുന്നുണ്ട്, ഒരുപാട് അങ്ങോട്ട് പോയി തട്ടിക്കയറി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അനീഷിനെ വെച്ചിട്ടാണ് ആ കപ്പിൾസ് അവിടെ പിടിച്ചു നിന്ന് പോകുന്നതാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് സീസൺ 7 നമ്മൾ ഇത്രയും നാളും കണ്ട സീസൺ വെച്ചിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ഈ പ്രൊമോ കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് സാധാരണ പോലെ ആയിരിക്കില്ലേ, ഇവരെ ജസ്റ്റ് സ്ട്രാറ്റജി ആണോ അല്ലെങ്കിൽ ഇവർ ജസ്റ്റ് ആഡ് ആണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ 7 ദിവസം കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് നമ്മൾ ഇത്രയും നാളും കണ്ടതുപോലത്തെ ഒരു എപ്പിസോഡല്ല, കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ചെയ്യുന്ന പണിക്കുള്ള ശിക്ഷ അപ്പോൾ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. നമ്മളപ്പോൾ ഇതിൽ ഒരുപാട് കണ്ടസ്റ്റൻസിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം മെയിനായിട്ട് കണ്ടന്റ് കൊടുക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ രേണുസുധിയാണ്, പിന്നെ അനീഷ്, അനുമോൾ, അക്ബർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ഫൺ എലമെൻ്റ് ആയിട്ട് നമുക്ക് ഒരു എൻ്റർടൈനർ ആയിട്ട് നിൽക്കുന്നത് നെവിൻ എന്ന ക്യാരക്ടറാണ്. എന്നാലും ഇനി ശത്രുക്കൾ മിത്രങ്ങളാകുമോ അല്ലെങ്കിൽ ഇതുവരെ മുട്ടിടാത്ത പ്രണയങ്ങളൊക്കെ പൂവണിയുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തായാലും നമുക്കിനി പോയിട്ട് അടുത്ത ആഴ്ച വരാം. ബൈ.